ഹരികുമാർ സാർ നമസ്കാരം. നമസ്തേ. താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തലിന് ശേഷം വീണ്ടും യുദ്ധം ആരംഭിക്കുകയാണോ? ലോകം ആശങ്കയിലേക്ക് പോകേണ്ടി വരുമോ? UAEക്ക് നേരെ കഴിഞ്ഞ ദിവസം ഇറാൻ ഒരു വലിയ ആക്രമണം തൊടുത്തുവിട്ടിരിക്കുകയാണ്. ആ ആക്രമണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചില പ്രത്യേക തരത്തിലുള്ള അധികമൊന്നും ഉപയോഗിച്ച് കണ്ടിട്ടില്ലാത്ത അൺകൺവെൻഷണൽ ആയിട്ടുള്ള ചില ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പോരാട്ടത്തിന് ഇറാൻ മുതിർന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. ഇന്റർനാഷണൽ മാധ്യമങ്ങളൊക്കെ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഇത് വീണ്ടും സങ്കീർണമാവുകയാണോ? അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം വീണ്ടും ആരംഭിക്കും. അതായത് തൽക്കാലത്തെ വെടിനിർത്തലിന് ശേഷം വീണ്ടും യുദ്ധം പഴയതുപോലെ കൊടുമ്പിരിക്കൊള്ളാനുള്ള സാധ്യതകളാണ് ഇന്നലെ ഇറാൻ പെട്ടെന്ന് UAE ആക്രമിച്ചതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇറാന് ഈ യുദ്ധം വേഗത്തിൽ യുദ്ധത്തിൽ സമാധാനം നിർത്താനും വേഗത്തിൽ സമാധാനത്തിലേക്ക് പോകാനും ഒന്നും അത് ഇറാന്റെ താല്പര്യമല്ല, അമേരിക്കയുടെ താല്പര്യമാണ്. ഇറാൻ എത്ര നാൾ വേണമെങ്കിലും ഈ യുദ്ധം തുടരാൻ പറ്റും എന്ന സൂചനയാണ് ഇറാൻ നൽകുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അമേരിക്ക പ്രസിഡന്റ് ട്രംപ് തന്നെ പലയിടത്തും പറയുന്നത് ഇറാനെ സാമ്പത്തികമായിട്ട് അമേരിക്ക ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാനിലെ വിലക്കയറ്റവും അതുപോലെ തന്നെ അവശ്യ സാധനങ്ങളുടെ ദൗർലഭ്യവുമൊക്കെ വന്നിട്ട് ഇറാനിലെ ജനത ഇപ്പോൾ ഭരണകൂടത്തിനെതിരെ തിരിയും എന്നൊക്കെയുള്ള അവകാശവാദങ്ങളാണ് അമേരിക്ക പല അന്താരാഷ്ട്ര വേദികളിലും നടത്തുന്നത്. ഒരുപക്ഷെ ഇത് തെറ്റാണ് എന്ന് തെളിയിക്കാനും കൂടി ആയിരിക്കാം ഇറാൻ വീണ്ടും ആക്രമണം തുടങ്ങിയത്. മാത്രവുമല്ല, ഇറാൻ യുദ്ധത്തെ പുതിയ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോവും. ഈ സമുദ്രജീവികളെ, പ്രത്യേകിച്ച് ഡോൾഫിനുകളെ, നമുക്കറിയാം ഡോൾഫിനുകളെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു കടൽ ജീവിയാണ്. അപ്പോൾ ഈ ട്രെയിൻഡ് ഡോൾഫിനുകളുടെ ദേഹത്ത് സ്ഫോടക വസ്തുക്കൾ കെട്ടിവെച്ചിട്ട് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ അവയെ തുറന്നുവിടുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവ അമേരിക്കൻ കപ്പലുകളുടെ അടുത്തെത്തുമ്പോൾ റിമോട്ട് ഡിറ്റണേറ്ററുകൾ ഉപയോഗിച്ചിട്ട് ഇത് സ്ഫോടനം നടത്തുകയും അങ്ങനെ കപ്പലുകൾക്ക് കേടുപാട് സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഒരിക്കലും ഒരു സമുദ്രജീവിയെ ആവശ്യമില്ലാതെ അതായത് അമേരിക്കൻ കപ്പലുകൾ പോകുന്ന സ്ഥലത്തുള്ള മത്സ്യങ്ങളെയും അതുപോലെ ഡോൾഫിനുകളെയും ഒക്കെ തന്നെ കൊല്ലാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല. അപ്പൊ ഇതിൽ ഏത് ജീവിയുടെ ദേഹത്താണ് സ്ഫോടക വസ്തു ഉള്ളതെന്ന് തിരിച്ചറിയാനും പറ്റില്ല. അപ്പൊ ഇത്തരം തന്ത്രങ്ങൾ ഒരുപക്ഷെ ഇത് ബീറ്റിംഗ് ബിലോ ദ ബെൽറ്റ്, പഞ്ചിങ് ബിലോ ദ ബെൽറ്റ് എന്നൊക്കെയുള്ള ആ ഒരു തരത്തിലുള്ള തന്ത്രമായിരിക്കാം. പക്ഷെ ഇറാൻ അത്തരം തന്ത്രങ്ങളിലേക്ക് കടക്കുകയാണെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, ഇറാൻ ചില മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇറാൻ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ലാത്ത ആയുധങ്ങൾ പ്രയോഗിക്കും എന്നൊരു മുന്നറിയിപ്പ് ഇറാൻ കൊടുത്തിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരു സാധ്യത റഷ്യയുടെയോ ചൈനയുടെയോ കയ്യിൽ നിന്നും ഒരു ഹൈപ്പർസോണിക് മിസൈൽ, അല്ലെങ്കിൽ ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറഞ്ഞാൽ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന കാറ്റഗറിയിലുള്ള ഒരു മിസൈൽ ഇറാൻ സ്വന്തമാക്കുകയും അത് അമേരിക്കൻ കപ്പലുകൾക്കും വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകൾക്ക് നേരെ പ്രയോഗിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളൊരു സൂചനയാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ ഭീഷണിയാണ് അമേരിക്കയ്ക്ക്. കാരണം ഇതുവരെയുള്ള യുദ്ധത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരൊറ്റ ഹൈപ്പർസോണിക് മിസൈൽ പ്രയോഗിച്ചാൽ അത് അമേരിക്കയുടെ ഒരു വിമാനവാഹിനി കപ്പലിന് പോലും സാരമായ കേടുപാടുകൾ സംഭവിക്കാനിടയാണ്. യഥാർത്ഥത്തിൽ വളരെ പ്രിസിഷനോട് കൂടിയിട്ട് ഒരു ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണം നടത്തുകയാണെങ്കിൽ ഒരു വിമാനവാഹിനി കപ്പലിനെ മുക്കിക്കളയാൻ പോലും അതുകൊണ്ട് ചിലപ്പോൾ സാധിക്കും. സാധാരണഗതിയിലുള്ള അതല്ലെങ്കിൽ ചൈനയുടെ കൈവശം കാരിയർ കില്ലർ എന്ന് പറയുന്ന ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. ഈ കാരിയർ കില്ലർ മിസൈലുകൾ പ്രത്യേകിച്ചും
ആ, വിമാനവാഹിനി കപ്പലുകളെ ലക്ഷ്യമിട്ട് കൊണ്ട് ചൈന നിർമ്മിച്ചതാണ്. ഈ കാരിയർ കില്ലർ മിസൈലുകൾ ഇറാന്റെ കൈവശം എത്തിച്ചേർന്നാൽ അത് സ്വാഭാവികമായിട്ടും വലിയ പ്രതിസന്ധി അമേരിക്കയ്ക്ക് ഉണ്ടാക്കും. അത് കാരിയറുകൾക്ക് നേരെ മാത്രമല്ല, അമേരിക്കയുടെ അത്യന്താധുനികമായ വിമാനവാഹിനി കപ്പലുകളുടെ തൊട്ടു താഴെ വലിപ്പമുള്ള ഡിസ്ട്രോയറുകളെയും ലക്ഷ്യം വെക്കാം. ഒരുപക്ഷെ ഹൈപ്പർസോണിക് മിസൈല് ഇതുവരെയും ലോകത്ത് അത് വളരെ കൃത്യമായ രീതിയിൽ യുദ്ധത്തിൽ പ്രയോഗിക്കാനൊന്നും ആർക്കും പറ്റിയിട്ടില്ല. ആ ഹൈപ്പർസോണിക് മിസൈലുകൾ ഇപ്പോഴും നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. ഇന്ത്യ, ചൈന, റഷ്യ ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ കയ്യിലാണ് ഹൈപ്പർസോണിക് മിസൈൽ ഉള്ളത്. കാരിയർ കില്ലർ മിസൈൽ അതല്ല, ചൈന വളരെ പെർഫെക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മിസൈലാണ്. ആ കാരിയർ കില്ലർ ഒരു പരമ്പരാഗത ബലിസ്റ്റിക് മിസൈലാണ്. പക്ഷേ അതിന് ഒരു മൂവിങ് ടാർഗറ്റിനെ വളരെ കൃത്യമായിട്ട് ആക്രമിക്കാനുള്ള സോഫ്റ്റ്വെയറുകളും അതുപോലെ കമാൻഡ് സിസ്റ്റവും ഒക്കെ ഉണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ട് അമേരിക്കയുടെ ഇപ്പം ജെറാൾഡ് ഫോർഡിനെയോ അല്ലെങ്കിൽ പിന്നെ അതുപോലെയുള്ള അമേരിക്കയുടെ ഏതെങ്കിലും ഒരു വിമാനവാഹിനി കപ്പലിനെ ഒരു കാരിയർ കില്ലർ മിസൈൽ ആ കപ്പലിന് നേരെ പ്രയോഗിച്ച് ആ കപ്പല് നശിക്കാനിടയായാൽ അത് ഞെട്ടിക്കുന്ന ഒരു വഴിത്തിരിവായിരിക്കും യുദ്ധത്തിൽ. കാരണം അങ്ങനെയുള്ള ഒരു വിമാനവാഹിനി കപ്പലുകളിൽ ഒരു വലിയ എണ്ണം വിമാനങ്ങൾ തന്നെ ഉണ്ടാവും. അത് മാത്രവുമല്ല, വിമാനം മാത്രമല്ല, അതിലുള്ള നാവികരുടെ എണ്ണം 2000 ഒക്കെ നാവികരുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതിലൊരു 100 പേര് കൊല്ലപ്പെട്ടാൽ പോലും അമേരിക്കയിൽ അത് വലിയ പിന്നെ അമേരിക്കയ്ക്കുള്ളിൽ അത് വലിയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമാകും, വിമർശനങ്ങൾക്ക് കാരണമാകും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇറാന്റെ കൈവശം ഇത്തരം ആയുധങ്ങൾ എത്തിച്ചേരുമോ എന്നുള്ളൊരു ഭീതിയാണ് ഇപ്പോൾ ലോകത്തിനുള്ളത്. അതും കൂടാതെ ഇറാന്റെ കൈവശം ന്യൂക്ലിയർ ആയുധങ്ങൾ, അതായത് ഒരു സബ് കിലോ ടൺ ടാക്ടിക്കൽ വാർഹെഡ് ഇറാന്റെ കൈവശം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇത് പല രീതിയിലാണ് ഇപ്പോൾ ലോകം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. അതായത് ഈ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഇറാന് താല്പര്യമില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ സാമ്പത്തികമായിട്ട് പിന്നെ ഞെരുക്കി ശ്വാസം മുട്ടിച്ച് ഇറാനെ വരുതിയിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ വെറും പൊള്ളയാണ് എന്ന് തെളിയിക്കാനും കൂടിയാണ് ഇറാൻ ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. ഇതൊരു വല്ലാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് എത്തും. കാരണം ഇനി അടുത്ത റൗണ്ടിൽ ഒരുപക്ഷെ ഇറാൻ പല ഭീകരരെയും ട്രെയിൻ ചെയ്ത് അമേരിക്കയിലേക്ക് വിടാൻ സാധ്യതയുണ്ട്. സൂയിസൈഡ് അറ്റാക്കുകൾ നിരവധി ഉണ്ടാകാൻ സാധ്യത. അമേരിക്കയിലെ ട്രംപിനെതിരെ ഈ കഴിഞ്ഞ ദിവസമാണ് നമുക്കറിയാം, ട്രംപ് വാഷിങ്ടണിൽ പത്രക്കാർക്കായിട്ട് നടത്തിയ ഒരു പാർട്ടിയിൽ അവിടെ വെച്ച് വെടിവെപ്പുണ്ടായി. കൊലയാളി ട്രംപിന് നേരെ വെടിവെക്കുകയാണ്. ട്രംപിനെ ലക്ഷ്യം വെച്ച് തന്നെയാണ് എത്തിയത്. പക്ഷേ അയാള് പിന്നെ ഡിന്നർ ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അയാളെ തടയാൻ കഴിഞ്ഞു. ഇന്നലെ ഏറ്റവും ഒടുവിലുണ്ടായ സംഭവം, ഇന്നലെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് യാത്ര ചെയ്ത ആ സ്ഥലത്തുകൂടി അദ്ദേഹം കടന്നുപോയതിന് മിനിറ്റുകൾക്ക് ശേഷം ഒരാളെ തോക്കുമായിട്ട് അറസ്റ്റ് ചെയ്യുകയും അയാൾ വെടിവെപ്പ് നടത്തുകയും ചെയ്തു. റോഡിലൂടെ പോയ ഒരു കുട്ടിക്ക് ഈ വെടിവെപ്പിൽ പരിക്കേറ്റു. ഇത് JD വാൻസിനെ ലക്ഷ്യം വെച്ചിട്ടായിരുന്നു അയാൾ അവിടെ എത്തിയതെന്ന് ചിലർ പറയുന്നു അയാള് ഡൊണാൾഡ് ട്രംപിനെ തന്നെ ലക്ഷ്യം വെച്ച് എത്തിയതാണ്. എന്തായാലും ശരി, നിരന്തരമായിട്ട് അമേരിക്കയുടെ ഭരണാധികാരികൾക്ക് നേരെ ആക്രമണം നടത്തുകയാണ്. ഇത് അമേരിക്കയിൽ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനും കൂടിയാണ്. അത് ഞാൻ വിലയിരുത്തുന്നത്, ഇറാന്റെ ഭരണ നേതൃത്വത്തെ തുടച്ചു നീക്കിയിരിക്കുകയാണ് അമേരിക്കയിൽ. ഇസ്രയേലിൽ പോയി ആക്രമണം നടത്തുന്ന, സൂയിസൈഡ് അറ്റാക്കുകൾ നടത്തുന്ന അത്ര എളുപ്പമല്ല. അതിനേക്കാൾ എളുപ്പമാണ് ഒരു പൂർണ്ണ ജനാധിപത്യ രാഷ്ട്രമെന്നും വോയിസ് ഓഫ് ഡിസെന്റ്, അതായത് പ്രതിഷേധങ്ങൾക്കും മറ്റു പല പിന്നെ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകൾ പരസ്യമാക്കാനും സ്വാതന്ത്ര്യമുള്ള അമേരിക്കയിൽ പോയിട്ട് ഭരണാധികാരികൾക്ക് നേരെ ആക്രമണം നടത്തുക എന്നുള്ളത്. അങ്ങനെ ഒരാക്രമണം വിജയിച്ചാൽ തന്നെ അമേരിക്കയ്ക്കുള്ളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ അതിന് കഴിയും. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇറാൻ ഇനി സർവ്വ രീതിയിലുമുള്ള പ്രതിരോധം ഇറാൻ ലക്ഷ്യം വെക്കും. ഹോർമുസ് തുറക്കുകയും ഇതുവരെ ഹോർമുസിലൂടെയുള്ള ഗതാഗതം കൃത്യമായിട്ട് പുനഃസ്ഥാപിക്കുകയൊന്നും ചെയ്തിട്ടില്ല.
ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ ഇവിടെ കണക്കിലെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു യുദ്ധം വീണ്ടും എന്താണ് അതിൻ്റെ ഒരു ഉച്ചസ്ഥായിയിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ യുദ്ധം വീണ്ടും ഒരു ഇന്റൻസ് വാർ എന്നുള്ള ഒരു നിലയിലേക്ക് യുദ്ധം മാറുകയാണെങ്കിൽ അത് ഒടുവിൽ അണ്വായുധം വരെ പ്രയോഗിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്താൻ തന്നെയാണ് സാധ്യത. കാരണം അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക വല്ലാതെ ഒരു ഫ്രസ്ട്രേറ്റഡ് ആണ്. അതായത് അമേരിക്കയെ സംബന്ധിച്ച് യുദ്ധം ജയിക്കാനും പറ്റുന്നില്ല, അതേസമയം തന്നെ പിന്നെ ഇറാൻ ഏതെങ്കിലും രീതിയിൽ ഇറാന് ബുദ്ധിമുട്ടുണ്ടാക്കിയതായിട്ട് അമേരിക്കയ്ക്ക് ലോകത്തിൻ്റെ മുന്നിൽ കാണിക്കാനും പറ്റുന്നില്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയായിരിക്കും. ഇത് ഡൊണാൾഡ് ട്രംപിൻ്റെ വിശ്വാസ്യതയും ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റിന് ഇനി എത്ര നാള് അങ്ങനെ തുടരാൻ പറ്റും എന്നുള്ള ചോദ്യങ്ങളിലേക്ക് വരും. ഇപ്പോൾ ഒരുപാട് ഇതിന് അമേരിക്കയുടെ ആഭ്യന്തര നിയമം അനുസരിച്ച് ഒരുപാട് പ്രതിസന്ധികൾ ഡൊണാൾഡ് ട്രംപിനുണ്ടാകും. ഉദാഹരണത്തിന് 60 ദിവസത്തിൽ കൂടുതൽ യുദ്ധം തുടരണമെങ്കിൽ അവിടെ കോൺഗ്രസിന്റെ അംഗീകാരം ആവശ്യമുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇങ്ങനെ പല ആഭ്യന്തര നിയമങ്ങളും അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള, അതായത് ഇറാനെ പോലൊരു രാജ്യം നടത്തുന്ന അട്ടിമറി ശ്രമങ്ങളും ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴേക്കും ഡൊണാൾഡ് ട്രംപ് വല്ലാത്തൊരു പ്രതിസന്ധിയിലെത്തും. ആ പ്രതിസന്ധിയിൽ നിന്നും പുറത്തു കിടക്കണമെങ്കിൽ ഒരു പാർഷ്യലായിട്ടെങ്കിലുമുള്ള ഒരു യുദ്ധവിജയം. കാരണം ഇപ്പൊ അമേരിക്ക പല കാര്യങ്ങളും മിണ്ടുന്നില്ല. ഇടയ്ക്ക് ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ലവാൻ ദ്വീപ് പിടിച്ചെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ അത്തരം കാര്യങ്ങളൊന്നും അമേരിക്കൻ ഭരണകൂടം ഒരക്ഷരം മിണ്ടുന്നില്ല. അമേരിക്കയുടെ ഉപരോധം മറികടന്നുകൊണ്ട് കപ്പലുകളൊക്കെ പലപ്പോഴും ഇപ്പൊ പുറത്തോട്ട് വരുന്നു. ഇപ്പൊ ഇന്ത്യയുടെ ഒരു കപ്പൽ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഏതാണ്ട് 45,000 ടൺ LPG-യുമായിട്ട് ഹോർമൂസിലൂടെ പുറത്തു കിടന്നു. അങ്ങനെ പല കപ്പലുകളും പുറത്തേക്ക് വരും. കാരണം അത്ര അമേരിക്ക വിചാരിക്കുന്നത്ര കൃത്യമായിട്ട് ഈ ഒരു ഉപരോധം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ പരിമിതികളുണ്ട്. ഇങ്ങനെയുള്ള പല ഘടകങ്ങളെ ഇവിടെ വരുമ്പോഴേക്കും വളരെ കൃത്യമായിട്ട് ഒരു യുദ്ധത്തിനൊരു റിസൾട്ട് ഇത് അമേരിക്കയ്ക്ക് ആവശ്യമാണ്. ഈ റിസൾട്ട് ഇല്ലാത്ത ഒരു യുദ്ധം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കുന്നതല്ല. ഇപ്പോൾ തന്നെ ഇറാൻ വീണ്ടും UAE-യിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു. അടുത്തത് സൗദിയിലേക്ക് ആക്രമണം നടത്തും. ഹുതികൾ വീണ്ടും ആക്റ്റീവാകും. ഇത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സമാധാനം അത്ര സമീപത്തൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ശരി, കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രേക്ഷകരെ സമീപിക്കാം. സമയപരിമിതി മൂലം നമുക്ക് ചർച്ച തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായിട്ട് പ്രേക്ഷകരുടെ മുന്നിൽ എത്തുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.